വഖഫ് ബോർഡിനേക്കാൾ ഭൂസ്വത്ത് കത്തോലിക്ക സഭയ്ക്കെന്ന ലേഖനം പിൻവലിച്ച് RSS വാരികയായ ഓർഗനൈസർ. രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭൂവുടമ കത്തോലിക്ക സഭയാണ് എന്ന് ചൂണ്ടിക്കാട്ടി ശശാങ്ക് കുമാർ ദ്വിവേദി എഴുതിയ ലേഖനമാണ് പിൻവലിച്ചത്. വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കിയതിന് പിന്നാലെ കത്തോലിക്ക സഭയുടെ സ്വത്ത് വിവരങ്ങൾ RSS വാരിക പുറത്തുവിട്ടത് വലിയ ചർച്ചയായിരുന്നു. അതേസമയം ക്രിസ്ത്യാനികളെ RSS ഉന്നം വയ്ക്കാൻ അധികം വൈകില്ലെന്ന് തെളിയിക്കുന്നതാണ് ലേഖനമെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. പാർലമെന്റിന്റെ ഇരുസഭകളിലും വഖഫ് ഭേദഗതി ബില്ല് പാസ്സായതിനു പിന്നാലെ ക്ഷണനേരം കൊണ്ടായിരുന്നു RSS വാരികയിൽ കത്തോലിക്ക സഭയെ വിമർശിച്ച് ലേഖനം പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ വഖഫ് ബില്ലിനെ പിന്തുണച്ച് KCBC അടക്കം രംഗത്ത് വന്നതും ഇനി ക്രിസ്ത്യാനികളെയാണ് കേന്ദ്രം ലക്ഷ്യം വെക്കാൻ പോകുന്നതെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണവും നിലനിൽക്കെ വിഷയത്തിൽ വ്യാപക ചർച്ച ഉയർന്നതോടെ ലേഖനം അപ്രത്യക്ഷമായി. രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭൂവുടമ കത്തോലിക്ക സഭയാണെന്ന് ചൂണ്ടിക്കാട്ടി ശശാങ്ക് കുമാർ ദ്വിവേദി എഴുതിയ ലേഖനമാണ് ഓർഗനൈസർ പിൻവലിച്ചത്. വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റ് പാസാക്കിയതിന് പിന്നാലെയാണ് കത്തോലിക്ക സഭയുടെ സ്വത്ത് വിവരങ്ങളും സ്ഥാപനങ്ങളുടെ കണക്കുകളും വിശദമാക്കി RSS വാരിക രംഗത്ത് വന്നത്. രാജ്യത്തുടനീളം ഏകദേശം 7 കോടി ഹെക്ടർ ഭൂമി കത്തോലിക്ക സഭയ്ക്കുണ്ടെന്നാണ് ലേഖനത്തിൽ പറയുന്നത്. പള്ളികൾ, സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഈ സ്വത്തിന്റെ ആകെ മൂല്യം ഏകദേശം 20,000 കോടി വരുമെന്നും ലേഖനത്തിൽ പറഞ്ഞിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ചർച്ച് ആക്ടിന്റെ സഹായത്തോടെയാണ് കത്തോലിക്ക സഭ സ്വത്തിന്റെ ഭൂരിഭാഗവും സ്വന്തമാക്കിയത്. ബ്രിട്ടീഷ് സർക്കാർ പാട്ടത്തിന് നൽകിയ ഭൂമി ഇനി സഭയുടെ സ്വത്തായി അംഗീകരിക്കപ്പെടില്ലെന്ന് 1965 കേന്ദ്ര സർക്കാർ ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. ഇത് നടപ്പാക്കുന്നതിൽ അയവ് വരുത്തിയതിനാൽ സഭയുടെ ഉടമസ്ഥതയിലുള്ള ചില ഭൂമികളുടെ നിയമസാധുത പരിഹരിക്കപ്പെടാതെ തുടരുകയാണ്. ഇത് തുടർച്ചയായ തർക്കങ്ങൾക്കും കാരണമാകുന്നുണ്ടെന്നും ലേഖനത്തിൽ പറഞ്ഞിരുന്നു. മാത്രമല്ല, വിദ്യാഭ്യാസത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും പുറമെ മിഷണറി സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് മതപരിവർത്തനം നടക്കുന്നുവെന്ന ആരോപണവും ലേഖനത്തിലുണ്ടായിരുന്നു. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് ആനുകൂല്യം നൽകിയാണ് മതപരിവർത്തനത്തിന് വിധേയമാക്കുന്നതെന്നും ലേഖനത്തിൽ പറഞ്ഞിരുന്നു. അതേസമയം വഖഫ് ബില്ല് മറ്റ് സമുദായങ്ങളെയും ഉന്നം വെക്കുമെന്ന് താൻ പറഞ്ഞത് ശരിയാകുന്നുവെന്നും ഭരണഘടനയാണ് ഏക ആശ്രയമെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. നാഷണൽ ഡെസ്ക്, News 18.